ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അവിയൽ ഉണ്ടാക്കിയാലോ? നമ്മളെ കയ്യിലുള്ള കഷ്ണങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ നമ്മളെടുക്കുന്ന പച്ചക്കറി എല്ലാം കഴുകി വെച്ചിട്ട് നമുക്ക് നീളത്തിൽ ഇത് മുറിച്ചെടുക്കണം. ഫസ്റ്റ് തന്നെ ഞാനിവിടെ ചേനയാണ് എടുത്തിട്ടുള്ളത്. കനം കുറഞ്ഞിട്ട് നീളത്തിലായിട്ട് മുറിച്ചെടുക്കുക. പിന്നെ ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട്, അതിൻ്റെ തൊലി മൊത്തം കളഞ്ഞിട്ട് അതിന് ആ ഒരു കായനെ 3 പീസാക്കിയിട്ട് പിന്നെ നീളത്തിൽ മുറിച്ചെടുക്കുക. പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് മുറിക്കുക. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മുരിങ്ങാക്കോലാണ്. അതും ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് നേരെ പകുതിയാക്കിയിട്ടും കൂടെ എടുക്കുക. പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് കോവക്കയാണ്. കോവക്കയെ നേരെ പകുതിയാക്കി എടുക്കുക. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും എടുക്കുക. പയറും ഏതെങ്കിലും ഒന്ന് മതി. ഞാനിവിടെ ഇപ്പം പയറും ബീൻസും എടുത്തിട്ടുണ്ട്. രണ്ടും നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ വെള്ളരിക്കയോ അല്ലെങ്കിൽ കുമ്പളങ്ങയോ അത് ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ട് എടുക്കണം. ഈടെ ഞാൻ എടുത്തിട്ടുള്ളത് കുമ്പളങ്ങയാണ്. അതും ഇതുപോലെ തന്നെ കുരുവെല്ലാം കളഞ്ഞിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് നീളത്തിൽ തന്നെ മുറിച്ചെടുക്കുക. ഇനി ഒരടി കട്ടിയുള്ള പാത്രം എടുത്തിട്ട് നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഓരോന്നായിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അവിയലിന് മുറിക്കുന്ന സമയത്ത് എല്ലാം നീളത്തിലായിട്ട് കനം കുറച്ച് മുറിച്ചാലേ അത് കാണാനും അത് പെട്ടെന്ന് വേവുകയും ചെയ്യും. അങ്ങനെ കുക്കറിലൊന്നും ഇടാണ്ടല്ലേ നമ്മൾ ചേനയെല്ലാം വേവിപ്പിക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. കാണാനും നല്ല രസമാണ്, അത് കഴിക്കാനും അതുപോലെ തന്നെ രസം ഉണ്ടാവുക. നമ്മൾ ഈ കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ കഷ്ണങ്ങളിലും ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സായി കിട്ടണം. അത് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് വേവിപ്പിക്കാൻ വെക്കാം. ഗ്യാസ് ഓണാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിപ്പിക്കുക. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. ഇനി നമുക്കിതിനൊക്കെ ആവശ്യമുള്ള അരപ്പുണ്ടാക്കുക. കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളി അത് തോല് കളഞ്ഞിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ജീരകം, ചെറിയ ജീരകമാണ് ഇതിനകത്ത് എടുത്തിട്ടുള്ളത്, അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അധികം അരഞ്ഞ് പേസ്റ്റ് ആവുകയൊന്നും വേണ്ട, എല്ലാം ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി. നമ്മളെ കഷ്ണങ്ങളെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മളിപ്പോൾ അരച്ച് വെച്ച അരപ്പെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഈ ടൈം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് തൈരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.